ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. എല്ലാവർക്കും സൈലം ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സ്പീഡ് മാത്സിലെ റോങ് നമ്പർ സീരീസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കറിയാം അപ്രോക്സിമേഷൻ, സിംപ്ലിഫിക്കേഷൻ, റോങ് നമ്പർ, മിസ്സിംഗ് നമ്പർ, ക്വാഡ്രാറ്റിക്, ഇതെല്ലാം സ്പീഡ് മാത്സിൽ വരികയാണെങ്കിലും നമുക്ക് ഒന്നുകൂടി സമയം പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റോങ് നമ്പർ സീരീസിലായിരിക്കും അല്ലേ. അപ്പോൾ റോങ് നമ്പർ സീരീസ് എങ്ങനെയാണ് നമുക്ക് ഈസിയായി ടാക്കിൾ ചെയ്യാമെന്നും അതിൻ്റെ ലോജിക്കൊക്കെ എങ്ങനെ ഫൗണ്ടേഷൻ വെച്ച് നമുക്ക് ഏറ്റവും ബേസിക്സ് ആയ രീതിയിൽ റോങ് നമ്പർ സീരീസ് എങ്ങനെ മുമ്പോട്ട് പോകുന്ന നോക്കാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും സൈലം ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ക്ലിയർ അല്ലേ? നമുക്ക് റോങ് നമ്പർ സീരീസ് പഠിക്കുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റോങ് നമ്പർ സീരീസ് പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായി നോക്കേണ്ടത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ ഓതർ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കൺസെപ്റ്റ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആസ്പിറൻസും കൂടെ പോകണം എന്നുള്ളതാണ്. നോക്കിക്കേ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രയോറിറ്റീസ് വളരെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു നമ്പർ സീരീസ് കിട്ടുമ്പോൾ ആ നമ്പർ സീരീസിൻ്റെ കണക്ഷൻസ് ഏതൊക്കെ രീതിയിലാക്കണം. ഒന്നെങ്കിൽ കുറച്ചധികം ഉണ്ട്, നമുക്കറിയാം നമ്പേഴ്സിൻ്റെ ബേസിക് ബോർഡ് മാസ് കൺസെപ്റ്റ് അല്ലേ. ബോർഡ് മാസ് കൺസെപ്റ്റ് എന്താണ്? ഇതിൽ ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡിവിഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ്റെ ഡിഫറൻസ് വരാം. അതായത് നമ്പേഴ്സിൻ്റെ ബോർഡ് മാസ് കൺസെപ്റ്റിൽ ഓപ്പറേഷൻസ് വരുന്ന അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എല്ലാം ഇതിൽ വരാം. അതുപോലെ തന്നെ ഡിഫറൻസ്, എപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുക്കാറുണ്ടെങ്കിലും ഡിഫറൻസോ ഡബിൾ ഡിഫറൻസോ ട്രിപ്പിൾ ഡിഫറൻസ് ഒക്കെ ഹൈ ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ട്രിപ്പിൾ ഡിഫറൻസ് കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസിനാണ്. അപ്പോൾ നോക്കി, ഈ കാണുന്ന നമ്പേഴ്സ് ഇല്ലേ, ഇതിനെല്ലാം ഡിഫറൻസ് ഒരേ പാറ്റേണിലായിരിക്കും. ആ പാറ്റേൺ തന്നെ നമ്മളെന്താ ഓർഡർ എന്ത് പാറ്റേണിലാണ് പോയേക്കുന്നത് ആ പാറ്റേണിൽ നമ്മൾ പോകണം. ചില കേസുകളിൽ ഡിഫറൻസ് നോക്കി, ഇതെല്ലാം ഇതുപോലെ തന്നെ ഡിഫറൻസും ഡബിൾ ഡിഫറൻസ് പോലെ തന്നെയാണ്, ഓപ്പറേറ്റേഴ്സ് പോലെ തന്നെയാണ്. എന്താണ്? പ്രൈം നമ്പേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രൈം നമ്പേഴ്സാണ്. ഞാൻ പറയുന്നത് എല്ലാ ഓപ്പറേഷൻസും ഒരുമിച്ച് പറഞ്ഞു പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൈം നമ്പേഴ്സാണ്. ദെൻ സ്ക്വയേഴ്സ്, സ്ക്വയേഴ്സ് ഉണ്ടാവും, ക്യൂബ്സ് ഉണ്ടാവും, ഫാക്ടോറിയൽസ് അല്ലേ, നമ്പേഴ്സ് ഫാക്ടോറിയൽ സീരീസ്, ഫിബിനോക്കി കൺസെപ്റ്റ് വരാറുണ്ട്. പിന്നെ നമ്മൾ ബേസിക്കലി പഠിച്ച ഓപ്പറേഷൻസിലെ എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ മൈനസ് 1, അത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അറിയാൻ പറ്റില്ല. ഒരിക്കലും നമുക്കത് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല ഇന്ന സീരീസ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ നമ്പേഴ്സുമായിട്ടും റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണോ വരുന്നത് ആ കൺസെപ്റ്റിൻ്റെ കൂടെ നമ്മൾ പോകുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓതർ എന്ത് കൺസെപ്റ്റാണോ ഫോർവേഡ് ചെയ്തേക്കുന്നത് അതേ കൺസെപ്റ്റിലേക്ക് നമ്മളും കൂടി എന്ത് ചെയ്യുക, പാരലൽ റൺ ചെയ്യുക, ആൻസർ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഡെഫിനേഷൻ ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് കുറച്ച് ക്വസ്റ്റൻസ് അങ്ങ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ലോജിക്കിലാണ് പോകുന്നതെന്നും എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെയല്ലോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നത്? 1,3,7,13,21,31,44 ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഗ്യാപ്പുകൾ തമ്മിൽ ഫില്ല് ചെയ്യുന്ന വേരിയേഷൻസും അല്ലെങ്കിൽ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസോ സ്ക്വയേഴ്സോ ക്യൂബ്സോ എന്ത് വേണമെങ്കിൽ വരാം. ഓരോ ക്വസ്റ്റിനും പതിയെ നോക്കുന്ന കണക്ഷൻ കിട്ടും. നോക്കിക്കേ, ഞാൻ ആദ്യം പതിയെ പറഞ്ഞു പോവാം. 1, 3, 7, 13, 21, 31, 44. ഞാൻ ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കണേ നമ്പറിൻ്റെ. ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. 3ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. 7, 13, 6 ആണ്. 13, 7, 13 + 8, 21 ആണ്. 21 + 10, 31 ആണ്. 31 + 13 ആണ് 43 വന്നേക്കുന്നത്. അപ്പോൾ എന്തൊരു ലോജിക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്താണ്, എല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഒന്ന് മാത്രം 2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയാം. നോക്കിക്കേ, വീണ്ടും ഡിഫറൻസ് എടുക്കണം. അതായത് പറഞ്ഞാൽ ഡിഫറൻസ് എടുത്ത് നോക്കി ഒരു പാറ്റേൺ ഫോളോ ആവുന്നില്ല. ഓഡ് നമ്പറോ ഈവൺ നമ്പറോ അല്ലെങ്കിൽ സ്ക്വയേഴ്സോ ക്യൂബ്സോ ഫിബിനോക്കിയോ ഫാക്ടോറിയലോ ഒന്നും വരുന്നില്ല. വീണ്ടും ഈ നമ്പേഴ്സിന് ഡിഫറൻസ് എടുക്കും. നോക്കിക്കേ, 2 ആണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഒരു സെക്കൻഡേ. ഓക്കെ, നോക്കൂ, വീണ്ടും 2 ആണ്. 2 ഇവിടെ എന്താ വന്നേക്കുന്നത്? ഇവിടെ നമുക്ക് ഡിഫറൻസ് ആയി കിട്ടിയിരിക്കുന്നത് 3 ആണ്. നോക്കിക്കേ, ഡിഫറൻസ് കിട്ടുന്നത് 3 ആണ്. ബാക്കി എല്ലാ ഭാഗത്തും കോമൺ ആയിട്ട് 2 ആണ് ഡിഫറൻസ്. അപ്പോൾ ഡബിൾ ഡിഫറൻസ് എന്താണ്? ഡബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഒരു കോൺസ്റ്റൻറ്റ് 2 ആണ്. അപ്പോൾ എല്ലാ ഭാഗത്തും 2 ആണെങ്കിൽ ഇവിടെ മാത്രം 3 വന്നെങ്കിൽ എൻ്റെ റോങ് നമ്പർ ഏതായിരിക്കും? എൻ്റെ റോങ് നമ്പർ അവസാനം കൊടുത്തേക്കുന്ന 44 ആണ്. കാരണം എന്താണ്, അവിടെ വരേണ്ടത് 13 + ഇവിടെ 2 വരണമെങ്കിൽ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്താണ് 12 ആയിരിക്കും. 12 ആണെങ്കിൽ 10ൻ്റെയും 12 ഡിഫറൻസ് 2 ആണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും? 30. നോക്കിക്കേ, 31 + 2
എന്തായിരിക്കും 43 ആയിരിക്കും എൻ്റെ ആൻസർ. ക്ലിയർ ആയോ? സോ ദ റോങ് നമ്പർ ഈസ് 44. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? കൺസെപ്റ്റ് കിട്ടിയോ? ഓപ്ഷൻ ഇ ആയിരിക്കും എൻ്റെ റോങ് നമ്പർ വരിക. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആയിരിക്കും. ഈ കാണുന്ന ഓപ്ഷൻ ഇ. നോക്കൂ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ക്വസ്റ്റൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. ഇത് ജസ്റ്റ് ഒരു ഡബിൾ ഡിഫറൻസിൻ്റെ ചോദ്യമാണ്. ഓരോ ക്വസ്റ്റനിലും ഓരോ റിലേഷൻസ് ആയിരിക്കും, ഓരോ ഐഡിയാസ് ആയിരിക്കും, ഓരോ കൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 100, 49, 24.5, 10.75. ഇതാണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സിമ്പിളായി ചെയ്യാൻ നോക്കാം. 100 ആണ് നെക്സ്റ്റ് നമ്പർ 49. നോക്കിക്കേ, 100നെയും 49നെയും എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കും. നമ്മുടെ ബേസിക് നോർമൽ ഐഡിയ ഉപയോഗിച്ച് നമ്പേഴ്സ് റിലേറ്റ് ചെയ്യും. 100ഉം 49ഉം കണ്ടാൽ എനിക്കറിയാം 100ൻ്റെ പകുതിയാണ് 50. 50ക്ക് അടുത്ത് വരുന്ന നമ്പർ അല്ലേ? ക്ലിയർ? 50ക്ക് അടുത്ത് വരുന്ന നമ്പറാണ്. ഒരു സെക്കൻഡ് നോക്കൂ. നമ്പേഴ്സിലേക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് പറയണം. നമ്പർ ഈസ് ഗിവൺ ആസ് 100, 49, 24. ഈ നമ്പേഴ്സ് എല്ലാം ഏകദേശം നോക്കുമ്പോൾ 100ൻ്റെ പകുതിക്ക് അടുത്താണ് വരുന്നത് 49. 49ൻ്റെ പകുതിക്കാണ്. അപ്പോൾ ഡിവിഷൻ ഓഫ് 2 വന്നു. നമ്മുടെ ബേർഡ് മാസിലെ ഡിവിഷൻ ഓഫ് 2 വന്നു. കറക്റ്റ് എക്സാക്ട് ഡിവിഷനില്ല, ഡിവിഷന് ശേഷവും എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നോക്കിക്കേ, 100 ആണ്. 100 നോക്കൂ, 100 ഡിവൈഡഡ് ബൈ 2. 100/2 എത്രയാ? 150 ആണ്. 50ൽ നിന്നൊന്ന് കുറച്ചു. 50 - 1 എന്ത് കിട്ടി എനിക്ക്? ഫസ്റ്റ് നമ്പർ 100നെ എങ്ങോട്ട് കൊടുന്നു? ഞാൻ 49ലേക്ക് കൊടുന്നു. വീണ്ടും ഇതേ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ കണക്ഷൻ വന്നിരിക്കുന്നത് 49 ആണ്. 49/2 എത്ര കിട്ടി? 24.5 ആണ്. ഞാൻ വീണ്ടും എന്ത് ചെയ്യും? ഈ 24.5നെ -1 ചെയ്യും. 24.5 - 1 23.5. നോക്കിക്കേ, എനിക്ക് 100 ആയിരുന്നു, 49 കിട്ടി. അടുത്ത് 24.5 ആണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. എൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? 23.5 ആണ്. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്, വന്നിട്ടുണ്ടാവാം. അടുത്തും കൂടി ചെക്ക് ചെയ്യും, ഫുൾ ചെക്ക് ചെയ്ത് നോക്കണം. 23.5 ഡിവൈഡ് ബൈ 2. 23.5 ഡിവൈഡഡ് ബൈ 2 ആണ്. 23നെ ഹാഫ് ആക്കുമ്പോൾ എന്താണ്? 11.5 ആണ്. 11.5 പ്ലസ് 0.5ൻ്റെ ഹാഫ് 0.25 ആണ്. അപ്പോൾ 11.75 -1 എന്ത് കിട്ടി? 10.75 ആണ്. ഇതും കറക്റ്റാണ്, നമ്മുടെ ആൻസറിൽ വന്നിട്ടുണ്ട്. എന്താ ആൻസറിൽ വരാത്തത്? 24.5 ആണ്. ഈ 23.5ന് പകരമാണ് ക്വസ്റ്റ്യനിൽ എന്ത് കൊടുത്തേക്കുന്നത്? 24.5 കൊടുത്തേക്കുന്നത്. സോ മൈ റോങ് ആൻസർ ഈസ് 24.5. ആൻസർ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇത്രേ വരുന്നുള്ളൂ. ക്ലിയർ? ഇത്രയും സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ക്വസ്റ്റിനെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റൻസ് എല്ലാം ഔട്ടിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 4, 3, 4, 9, 33, 155 എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കിക്കേ, 4, 3, 4, again 9, 33, 155. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ക്വസ്റ്റ്യൻ വൃത്തിയായി വായിച്ച് നോക്കുക, എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നോക്കൂ, 4, 3, 9, 33, 155 ആണ് ക്വസ്റ്റ്യൻ. ഓരോ നമ്പറിലേക്കും കറക്റ്റ് കടന്നു പോകണേ. 4 3 ആയി, 3 വീണ്ടും 4 ആവുന്നു. 9, 33, 155 നോക്കാം. 4 എങ്ങനെയാണ് 3ലേക്ക് കണക്റ്റ് ആക്കാൻ പറ്റുക നോക്കിക്കേ. 4 എങ്ങനെയാണ് 3ലേക്ക് കണക്റ്റ് ആക്കാൻ പറ്റുക നോക്കാം. നോക്കൂ, നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ 4 3 ആവണമെങ്കിൽ -1 വേണം. 3 4 ആവണമെങ്കിൽ +1 വേണം. 4 9 ആവണമെങ്കിൽ × 2 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും വേണം. 4നെ വെറുതെ ആഡ് ചെയ്യുമ്പോൾ ചുമ്മാ ആഡ് ചെയ്താൽ പോരാ. കാരണം എന്താ പറയുക, സിംഗിൾ ഡിജിറ്റ് നമ്പർ 2 ഡിജിറ്റ് നമ്പർ ആവുന്നു. 2 പിന്നീട് 3 ആവുന്നു. അപ്പോൾ അഡീഷൻ മാത്രം പോരാ, അവിടെ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ നിർബന്ധമാണ്. അപ്പോൾ 4ന് 3 ആക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ 3 ആക്കാം? 4 × സംതിങ് 3 ആവില്ല. × 1 4 ആണെങ്കിൽ 4ന് 3 ആക്കാൻ -1 ചെയ്താൽ പോരെ. അപ്പോൾ നോക്കിക്കേ, ഓരോ നമ്പറിനെയും നോക്കിക്കോളൂ. 4 × 1 4 ആണ്. -1 കൊടുക്കുന്നു, 3 ആവുന്നു. 3 ആയി. ഇനി എനിക്ക് 3നെ 4 ആക്കണം. എനിക്ക് എന്താണ്? അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്ഷനോ ഒരുമിച്ച് ഉപയോഗിക്കണം. 3നെ 4 ആക്കണം. എന്താ? 3 ശ്രദ്ധിക്കുക, 3 × 2 6 ആണ്. -2 എന്ത് കിട്ടി? 4 കിട്ടി. സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? സ്റ്റാർട്ടിങ് 4 എന്നായിരുന്നു. സ്റ്റാർട്ടിങ് വിത്ത് 4. നെക്സ്റ്റ് എന്ത് കിട്ടി? 3 കിട്ടി. ഇനി 4 കിട്ടി. നോക്കിക്കേ, 4 3 4. അടുത്ത 9ലേക്ക് പോകണം. 4നെ 9ലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? 4ൻ്റെ ഡബിൾ 8 ആണ്. 8ൻ്റെ കൂടെ 1 ചെയ്താൽ പോരെ. അപ്പോൾ നോക്കൂ, 4 × 2 നോക്കിയേ. ഞാൻ ചെയ്യുന്ന രീതി നോക്കണേ, എങ്ങനെയാണ് പോകുന്നത് നോക്കണം. അടുത്ത 4 ആണ്. × 2 + 2
ഈക്വൾ എത്രയാ ഇൻറ്റു 2 + 1 4 × 2 8 + 1 എനിക്ക് 9 കിട്ടി. പക്ഷെ നോക്കിക്കേ 9 ആൻസർ കിട്ടിയെങ്കിലും ഈ ഒരു പാറ്റേണിൽ യോജിക്കുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ തന്ന നമ്പേഴ്സ് ഇൻറ്റു 1 - 1 ഇൻറ്റു 2 - 2. അപ്പോൾ അതേ പാറ്റേണിൽ പോയാൽ മാത്രമാണ് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ നമ്പർ തെറ്റായിരിക്കും. അപ്പോൾ അതേ പാറ്റേണിൽ പോയി നോക്കാം. അടുത്ത് 4 ആണല്ലോ. 4 × 3 - 3 നോക്കാം. 4 × 3 12 12 - 3 എത്ര കിട്ടി? 9 കിട്ടി. കണ്ടോ? ഇപ്പോൾ സാറ്റിസ്ഫൈ ആയാലോ? സാറ്റിസ്ഫൈ ആയി. അപ്പോൾ വീണ്ടും പഴയ ലോജിക്കിലേക്ക് പോവാം. ഇൻറ്റു n - n ഈ ലോജിക്കാണ് പോകുന്നത്. ഇൻറ്റു n - n ആണ്. 9 × 4 36 - 4 എത്ര കിട്ടണം? 32 കിട്ടണം. 32 ആണോ? ഇതുവരെ കറക്റ്റായിരുന്നു. 32 അല്ല 33 ആണ്. അപ്പോൾ അത് റോങ് നമ്പർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത നമ്പറിലേക്ക് വരാം. അവിടെ 32 ആണ്. 32 ഇൻറ്റു നോക്കട്ടെ, 32 × 5 ആണ്. 32 × 5 320/2 160 ആണ്. 160 - 5 160 - 5 എത്രയാ? 155 ആണ്. 150 കറക്റ്റായി മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. 150 കറക്റ്റാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം മാച്ചാണ്. ഇത് മാത്രം മാച്ചല്ല. 32 ആണ് വരേണ്ടത്. 33ക്ക് പകരം. സോ മൈ ആൻസർ ഈസ് എന്ത് വരും? 33 ഈസ് ദ റോങ് നമ്പർ സീരീസ്. ക്ലിയർ? ഇത്രയുള്ള പരിപാടി. ഓരോ ക്വസ്റ്റ്യനും ഓരോ പാറ്റേൺ ആയിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യൻ വായിച്ച് ഏത് പാറ്റേണിലാണോ ക്വസ്റ്റ്യൻ്റെ ഓർഡർ എക്സാമിനർ ഇട്ടേക്കുന്നത് ആ പാറ്റേണിലൂടെ കടന്നു പോയിക്കഴിഞ്ഞാൽ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10, 12, 15, 20, 27, 39. ശ്രദ്ധിക്കുക, 10 12 ആകുന്നു, അതിനുശേഷം 15 ആകുന്നു, ദെൻ 20, ദെൻ 27, ദെൻ 39. ഓക്കെ, നോക്കാം 10ൻ്റെ കൂടെ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഡിഫറൻസ് നോക്കിക്കുക. 10 + 2 ആണ് 12, 12 + 5 ആണ് 2 വന്നു 5 വന്നു, 15 + 10 12 + 3 ആണ് 15, 15 + 5 ആണ് 7 ആണ് 12 ആണ്. ഈ നമ്പേഴ്സ് നോക്കാം. 10 + 2 ആണ് 12, ഗിവൺ ഡാറ്റയാണ്. 12 15 ആവുന്നു. 12നോട് ഡിഫറൻസ് എടുക്കുമ്പോൾ 12 + 3 ആണ് 15 വന്നേക്കുന്നത്. അടുത്ത് 15 ആണ് നമ്പർ. 15 + 5 ആണ് 20. ഓരോ നമ്പേഴ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് പോയിക്കൊണ്ടിരിക്കണം. ക്വസ്റ്റ്യനിലെ നമ്പേഴ്സുമായിട്ട് റിലേഷൻ എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് എക്സാം ഹാളിലൊക്കെ ടെൻഷൻ കുറയ്ക്കാനും ഒന്നും കൂടി സ്പീഡിൽ ചെയ്യാൻ സഹായിക്കും. 15 + 5 ആണ് 20. അടുത്ത് 27 ആണ്. 20 + 7 27 ആണ്. അടുത്ത് 27 ആണ്. 27 39 ആണെങ്കിൽ +12 ആണ് ഈക്വൽ ടു 30. ഇതാണ് ക്വസ്റ്റ്യൻ ഡാറ്റ. നോക്കുക, ഈ നമ്പറിലേക്ക് ഒന്ന് നോക്കിക്കേ. 2 3 5 7 എന്ത് നമ്പേഴ്സാണ്? കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സാണ്. 12 ഈസ് നോട്ട് എ പ്രൈം നമ്പർ അല്ലേ? 12 പ്രൈം നമ്പർ അല്ല. അപ്പോൾ അടുത്ത് വരേണ്ട പ്രൈം നമ്പർ എന്താണ്? നോട്ട് എ പ്രൈം. അടുത്ത നമ്പർ പ്രൈം നമ്പർ 11 ആണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കണം? 27 + 11 38 ആയിരിക്കണം. പക്ഷേ 39 കൊടുത്തേക്കുന്നത്. മൈ ആൻസർ റോങ് നമ്പർ എത്രയാണ്? 37 ഈസ് ദ റോങ് നമ്പർ. ക്ലിയർ? അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ലോജിക്കായിരിക്കും. ഒന്നും കൂടി ഒരുപാട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മേഖല ഈ ഒരു ഏരിയയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2, ഒന്ന് സ്പീഡായി പോകണേ. ഒന്ന് നോക്കിക്കേ. 2, 10, 30, 68, 132, 222, 222, 350. ഈ ആൻസർ എങ്ങനെ ചെയ്യാൻ പറ്റും? ആലോചിച്ച് പറയണേ. 2, 10, 30, 68, 132, 222, 350. നിങ്ങൾ കൂടെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൂടെ തന്നെ പെന്നും റഫ് പേപ്പറും പെന്നും എടുത്തിട്ട് കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. 2, 10, 30, 68, 132, 222, 350. ഈ നമ്പേഴ്സ് പെട്ടെന്ന് ചെയ്ത് നോക്കാം. എത്ര വേണം നോക്കാം. 2ഉം 10ഉം ഡിഫറൻസ് 8 ആണ്. 10 30 ആവുന്നു. 10 30 ആകുമ്പോൾ ഡിഫറൻസ് എല്ലാം നോക്കിയാൽ മതി. നോക്കിക്കേ, സ്ക്വയേഴ്സും ക്യൂബ്സിനെയും കണക്ഷൻ മതി. നമ്പേഴ്സ് പെട്ടെന്ന് ഹൈ ആവുകയാണ് അല്ലേ? 2ൽ നിന്ന് 2 സിംഗിൾ ഡിജിറ്റ് 2 ഡിജിറ്റ് ആവുന്നു, 3 ഡിജിറ്റ് ആവുന്നു. നമ്പേഴ്സ് പെട്ടെന്ന് ഹൈ ആവുകയാണ്. 2 എങ്ങനെയാണ് നമ്പേഴ്സ് കിട്ടുക? 2 ഓരോ നമ്പേഴ്സും കറക്റ്റ് ഡിഫറൻസ് ഒന്നും കറക്റ്റായി വരുന്നില്ല. ഞാൻ ഡിഫറൻസ് ആയി നോക്കിയതാണ്. 2ഉം 8 ആണ് ഡിഫറൻസ്. ദെൻ 20, ദെൻ 38, ദെൻ ഒരുപാട് നമ്പേഴ്സ് ഹൈ ആയി പോകുന്ന ഒരു ലോജിക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്പേഴ്സിനെ കണക്ട് ചെയ്യാൻ പഠിക്കുക. 2 എന്ന് പറയുന്നത് 1³ + 1 അല്ലേ? 2 ആണ്. അപ്പോൾ അടുത്ത n എന്താ? ശരിക്കും അത് കൺസെപ്റ്റ് വരുമ്പോൾ നോക്കിക്കേ, n³ + n എന്ന കൺസെപ്റ്റാണ് കയറി വരുന്നത്. n³ + n. അപ്പോൾ അടുത്ത് എന്ത് വരും നോക്കിക്കേ. 2³ + 2 = 8 ആണ്. 2³ + 2 8 + 2 10 ആണ്. സോറി,
8 + 2 10 ആണ്. അപ്പോൾ NQ + N ആണെങ്കിൽ ഈ ഒരുപാട് എല്ലാം ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നമ്പറിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുക. 2Q + 2 10 ആണ്. 3Q + 3 60 ആണ്. 4Q + 4 64 + 4. നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ക്യൂബ്സും ഫാക്ടോറിയൽസും പവേഴ്സ് എല്ലാം കയ്യിൽ ബൈഹാർട്ടായിട്ട് പെട്ടെന്ന് വന്നാൽ മാത്രമാണ് ആൻസറിലേക്ക് സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെല്ലാം കറക്റ്റാണ്. 4² + 4 64 + 4Q + 4 64 + 4 എത്രയാണ്? 64 + 68 ആണ്. 132 125 5³ 125 ആണ്. 120 ശ്രദ്ധിക്കുക 5³ + 5 ആണ് ഇവിടെ വരേണ്ടത്. 5³ + 5 ആണ് വരേണ്ടത്. 5³ 125 + 5 130 ആണ് വരേണ്ടത്. 132 വന്നിട്ടുണ്ട്. റോങ് നമ്പർ ആവാനുള്ള ചാൻസ് അവിടെ ഹൈ ആണ്. 132. നെക്സ്റ്റ് വൺ 6³ + 6 3. ഇതെല്ലാം കറക്റ്റ് ആട്ടോ. ഇതെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. 6³ 216 ആണ്. 216 + 6 222 കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ 7³ + 7 343 + 7 350 കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിലാകെ വന്നേക്കുന്നത് 5³ + വരേണ്ട പൊസിഷനിൽ അവിടെ ആൻസർ 125 + 5 130 വരേണ്ട സ്ഥാനത്ത് 132 ആണ്. സോ മൈ റോങ് നമ്പർ ഈസ് 132 ഓപ്ഷൻ ഡി. പക്ക ക്ലിയർ? ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ലോജിക്കായിരിക്കും, ഓരോ കണക്ഷൻസ് ആയിരിക്കും, ഓരോ ഐഡിയാസ് ആയിരിക്കും. അതിലിപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിരിക്കാം, ബോർഡ് മാസ് ആയിരിക്കാം, സ്ക്വയേഴ്സ് ആയിരിക്കാം, ക്യൂബ്സ് ആയിരിക്കാം, ഫാക്ടോറിയൽസ് ആയിരിക്കാം, ഫിബിനോക്കി ആയിരിക്കാം. അത് ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് ഐഡിയാസ് എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0, 2, 6, എത്ര വന്നേക്കുന്നത്? 0, 6, 2, 6, 12, 20, 30, 43 ആണ്. പെട്ടെന്ന് നോക്കാം. 0, 2 ആണ് നമ്പേഴ്സ് നോക്കാം. ഡിഫറൻസ് 2 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്, 30 വരുന്നുണ്ട്. ആ ലോജിക്കിൽ പോവാം. നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കണക്ട് ചെയ്യാം. n², 1² - 1, 2² - 2, 3² - 3, n² - n. നോക്കിക്കേ, n² - n എന്ന ലോജിക്ക് വരുന്നുണ്ട്. നമ്പേഴ്സിൻ്റെ ഡിഫറൻസിനേക്കാളും സ്ക്വയേഴ്സും ക്യൂബ്സും എപ്പോഴും മുമ്പിൽ വരേണ്ടതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 2 വരുമ്പോൾ ഓരോ നമ്പേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യനിൽ 2 ലോജിക്ക് ഒരേപോലെ വരാം കേട്ടോ. ഒരു ക്വസ്റ്റ്യനിന് 2 ഐഡിയാസ് ഒരേപോലെ വരാം, അതും കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഇതിന് പകരം അങ്ങനെ വരാമല്ലോ. ചില ക്വസ്റ്റ്യൻസിൽ ഒരേപോലെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി വെച്ച് നോക്കണം. ചിലപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെയും പ്രൈം നമ്പറിൻ്റെയും കൺസെപ്റ്റ് ഒരേപോലെ വരികയാണെങ്കിൽ പ്രൈം നമ്പേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്ലിയർ? ഇവിടെ നമുക്ക് സ്ക്വയറിൻ്റെ കൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കാം. 0 എന്താ? 1² - 1 0 ആണ്. 2² - 2 4 - 2 2 ആണ്. 3² 9 - 3 6 ആണ്. നോക്കിക്കേ, ഈ പാറ്റേൺ ഒന്ന് നിങ്ങളെ നമ്പേഴ്സിലേക്ക് നോക്കിക്കേ, ഇത് കറക്റ്റാണ്. 0ഉം 2ഉം 6ഉം കറക്റ്റ്. അടുത്ത് 4² - 4 16 - 4 12 കറക്റ്റാണ്. അടുത്ത് എന്താ? 5² - 5 5² 25 അല്ലേ. 25 - 5 20 കിട്ടി. അടുത്തത് 6² - 6 36 - 6 30 കറക്റ്റാണ്. നെക്സ്റ്റ് വൺ 7² - 7 49 - 7 42 ആണ് വരേണ്ടത് അല്ലേ മക്കളെ. 42 ആണ്. അവിടെ കൊടുത്തേക്കുന്നത് 43 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും ദ റോങ് നമ്പർ ഈസ് 43 ഓപ്ഷൻ ഇ ആണെന്ന്. ക്ലിയർ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇതൊരു ബേസിക് ടു അഡ്വാൻസ് കൺസെപ്റ്റാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് അത്യാവശ്യം ടഫായി വരുന്ന എക്സാംസിന് പ്രിലിംസിനൊക്കെ വരുന്ന അത്യാവശ്യം ടഫായി വരുന്ന പ്രോബ്ലംസ് നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5, 7, 11, 19, 35, 66, 131. ഈ നമ്പേഴ്സിനെ എങ്ങനെ സോൾവ് ചെയ്യാം? 5, 7 ആണ്. ഓരോ നമ്പേഴ്സിനും ഓരോ ലോജിക്കായിരിക്കും. നമ്പേഴ്സ് കറക്റ്റായിട്ട് നോക്കുക. 5 7 ആവുന്നു, 2 ഡിഫറൻസ് വന്നു. 7 11 ആകുന്നു. 7 11 എങ്ങനെയാണ്? 4 കൂടുന്നു. നോക്കുക, നമ്പേഴ്സ് പെട്ടെന്ന് നോക്കാം. 2 കൂടി 4 കൂടി 11 19 ആവുന്നു. 8 കൂടി 19 35 ആവുന്നു. 16 കൂടി 2 4 8 16. പവേഴ്സ് ഓഫ് 2 ഉണ്ടോ? പവേഴ്സ് ഓഫ് 2, നമ്പറിൻ്റെ പവേഴ്സ് ഓഫ് 2 ആണ്. 2ൻ്റെ പവേഴ്സാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബേസിക്കലി വേദിക് മാത്സിൽ സ്ക്വയേഴ്സ് അപ് ടു 40, ക്യൂബ്സ് അപ് ടു 30, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അപ് ടു 20, അതുപോലെ പവേഴ്സ് ഓഫ് നമ്പേഴ്സ് 2 3 5 അപ് ടു 6 എല്ലാം പറയാറില്ലേ. ആ നമ്പേഴ്സ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് 35ഉം 66 ആണ്. 45 55 65 എന്ത് വന്നു? അടുത്തത് 32 ആണ് വരേണ്ടത് അല്ലേ. പവേഴ്സ് അടുത്ത് വരേണ്ടത് 32 ആണ്. ഇവിടെ 31 ആണ് വന്നേക്കുന്നത്. 32 ആണെങ്കിൽ എത്ര കിട്ടിയേനെ? അവിടെ 67 കിട്ടിയേനെ. നെക്സ്റ്റ് 1 എത്രയാ? 61ഉം 60 എത്ര വരും? 64ഉം എത്ര കിട്ടും? 65ഉം 64 65ഉം 66 നോക്കും. 131 കറക്റ്റായി കിട്ടും. കറക്റ്റല്ലേ? നോക്കിക്കേ, 2 4 8 16 31 വന്നേക്കുന്നത്. 32 വരണം. 32 വരികയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ 67 വന്നേനെ. അടുത്ത എന്താണ്? 67. 32 കഴിഞ്ഞാൽ അടുത്ത പവർ 64 ആണ്. 64 ആഡ് ചെയ്യുമ്പോൾ 131 കറക്റ്റാണ്. അപ്പോൾ ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. ക്ലിയർ
അല്ലേ? ഇപ്പോൾ 35 + 32 വരണമായിരുന്നു, അവിടെ 31 ആണ്. സോ 66 ഓപ്ഷൻ ഡി ഇസ് ദ റോങ് ആൻസർ. ഓപ്ഷൻ ഡി 66 ഇസ് ദ റോങ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം, ഇതാണ് റോങ് നമ്പർ സീരീസിൻ്റെ കൺസെപ്റ്റ്. വീണ്ടും പറയുന്നു, നമ്പേഴ്സ് ഓരോന്നും റിലേഷൻ പലതായിരിക്കും. നമുക്ക് വീണ്ടും പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് പ്രൈം നമ്പേഴ്സ്, ഡിഫറൻസ് ആണ്, സ്ക്വയേഴ്സ് ആണ്, ക്യൂബ്സ് ആണ്, ഫാക്ടോറിയൽസ് ആണ്, ഫിബിനോഷി ആണ്. അപ്പോൾ ഇതുപോലത്തെ നമ്പേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ മിസ്സിംഗ് നമ്പറിനേക്കാളും എന്താണ് സമയം കൂടുതൽ റോങ് നമ്പറിന് എടുക്കും നമുക്കറിയാം. എന്നാൽ കൂടി ചില എക്സാമിന് നമുക്ക് ഒന്നെങ്കിൽ മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ റോങ് നമ്പർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് നമുക്ക് 5 മാർക്സിന് വരുള്ളൂ പ്രിലിംസിന്. അപ്പോൾ ഒന്നുകൂടി വെയിറ്റേജ് കൂടി വരണം. 5 മാർക്സാണ്. ഈ ഒരു ലോജിക്ക് പഠിച്ച് മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, 5 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പ്രിലിംസിന് നമ്മൾ എപ്പോഴും അക്യുറസിയും സ്പീഡാണ് മാറ്റർ ചെയ്യുന്നത്. പക്ഷേ സ്പീഡ് മാറ്റർ ആണെങ്കിൽ കൂടി ഈ 5 മാർക്കിൻ്റെ ചിലപ്പോൾ ടഫ് ക്വസ്റ്റൻ ആണെങ്കിൽ 4 ക്വസ്റ്റൻ അൾട്ടിമേറ്റ്ലി സൂപ്പറൈസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റൻ മാത്രം കുറച്ച് സമയം പോകുമായിരിക്കും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒരു ഹോംവർക്ക് ക്വസ്റ്റൻ തരികയാണ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുക, ബാക്കി കമൻറ്റ് താഴത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായി ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ താഴത്ത് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനി നമ്മൾ അപ്രോക്സിമേഷനും അതുപോലെ തന്നെ മിസ്സിംഗ് നമ്പറും ക്വാഡ്രാറ്റിക്കും അത് അരിത്മെറ്റിക് ക്വസ്റ്റൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ആവശ്യമുള്ളത് അതൊന്നും ചെയ്യുക, താഴത്ത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ, താങ്ക് യു.